ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്യാം. ആൻഡ് ഞാൻ വേറൊരു സ്പെഷ്യൽ ഗ്രൂപ്പിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നലത്തെ കമൻറ്റ് ഞാൻ നോക്കിയിട്ടില്ല, നോക്കുന്നേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഞാൻ അനൗൺസ് ചെയ്യാം. ഓഗസ്റ്റിലാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വീക്കിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് 88 പോർട്ടൽ ഐ തിങ്ക് ഒരു സാറ്റർഡേ മറ്റേ വരുന്നത്, സോ അന്ന് ചെയ്താലോ എന്നുണ്ട്. അപ്പോൾ 88 പോർട്ടലിൻ്റെ നമുക്ക് ഓക്കെ, സോ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ. ലെറ്റ്സ് സി, ഞാനത് നാളെ മറ്റന്നാളുമായിട്ട് ഒരു ഫുൾ അനൗൺസ് ചെയ്യാം എന്താണെന്നുള്ളത്. സോ ഇപ്പോൾ ഇവിടെ ഞാൻ 2 പൈൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഗൈഡൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിലേതാ വേണ്ടത് ജസ്റ്റ് ചൂസ് ചെയ്യാം. 1, 2. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, അതിൻ്റെ സക്സസ് ഉണ്ടാവുമോ നോക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുമോ എന്ന രീതിക്ക് നോക്കാം. രണ്ട് തരത്തിലും എടുക്കാം ആ ക്വസ്റ്റ്യൻ്റെ. നമുക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം അത് നടക്കുമോ, ഓക്കെ, അത് അങ്ങനെ ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം അത് നടക്കുമോ. ഓക്കെ, ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഫസ്റ്റ് പൈൽ ഇതാണ്, സെക്കൻഡ് പൈൽ ഇതാണ്. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, സോ പൈൽ 1 ഞാൻ സ്റ്റാർട്ട് എടുക്കാം. അപ്പോൾ പൈൽ 1കാർക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുമോ എന്ന് നോക്കാം. ആൻഡ് അതിനുള്ള ഗൈഡൻസ് ആയിട്ട് കൂടി നടക്കുമോ. യെസ്, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. യെസ് ആണ് ആക്ച്വലി. ഓക്കെ, ഇത് നടക്കും എന്നാണ് വന്നിട്ടുള്ളത്. അതായത് പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ അറിയോ, ഏത് വശത്തേക്ക് വേണമെങ്കിലും പോവാം എന്നെനിക്ക് തോന്നുന്നു. വൈ, എന്താ അങ്ങനെ ഒരു ഫീലിംഗ് വന്നത്? യെസ് ആണിത്, കാർഡ് യെസ് ആണ്. പക്ഷേ ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഡസ് ദിസ് മീൻ. നിങ്ങളുടെ എഫേർട്ട് പോലെ ഇരിക്കും യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, അതിൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ഓക്കെ, ഈ കാർഡ് ആക്ച്വലി പറയുന്ന ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ ലക്കിൻ്റെ ഒരു കാർഡാണ്. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ലക്ക് നിങ്ങളുടെ ഭാഗത്താണ് എന്നുള്ളൊരു കാർഡാണ്. പക്ഷേ ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഫീൽ ചെയ്തതെന്ന് മാത്രമല്ല, ഈ കാർഡ് പറയുന്ന ഒരു കാര്യം അങ്ങോട്ടും തിരിയാം. ഈ ഇതൊരു വീലാണ്. ഓക്കെ, നമ്മുടെ എന്ത് ചക്രമാണ് പറയുക, കാലചക്രം എന്നല്ല, കർമ്മയുടെ സംതിങ്, ആ ഒരു വീല അങ്ങോട്ടും തിരിയാം ഇങ്ങോട്ടും തിരിയാം എന്ന രീതിയിലാണ്. സോ ആ ലക്ക്, ഭാഗ്യം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. ഈ ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട്, പക്ഷെ അതിനുള്ള എഫേർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുകൂടി യൂണിവേഴ്സ് നോക്കും. ഓക്കെ, നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾക്കത് ഭാഗ്യം നിങ്ങളുടെ കൂടെ ആ സമയത്ത് നിൽക്കും. ഇവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, അതായത് ഗിവ് അപ്പ് ചെയ്യാതെ, ചാലഞ്ചസ് ഉണ്ടാവും നിങ്ങളുടെ മുമ്പിൽ, പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ മുമ്പിൽ, പക്ഷേ അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അതിനെ ഓവർകം, ഇവിടെ നിങ്ങൾ ടെൻഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത്, നെർവസ്നെസ് കാണുന്നുണ്ട്, ടെൻഷൻ കാണുന്നുണ്ട്, ഉറക്കമില്ലായ്മ കാണുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് കാണുന്നുണ്ട്, പേടികൾ കാണുന്നുണ്ട് നിങ്ങളുടെ. ഓക്കെ, ആൻഡ് ഇവിടെ ഹോൾഡ് ബാക്ക് കാണുന്നുണ്ട്. അപ്പം നിങ്ങളിവിടെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിടത്തോളം ശരിക്കും ഇവിടെ പോസിറ്റീവ് എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ബെനിഫിറ്റ് ആയിരിക്കാം, സന്തോഷങ്ങളായിരിക്കാം, സെലിബ്രേഷൻ ആയിരിക്കാം. സോ എല്ലാ തരത്തിലും ഉണ്ട് ഇവിടെ. അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ലക്ക് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ട്, ഇപ്പോൾ ലക്ക് നിൽക്കുന്നുണ്ട് ശരിക്കും. ബട്ട് നിങ്ങളുടെ എഫേർട്ട് മാറ്ററാണ്. നിങ്ങളതിനെ നെഗറ്റീവ് ചിന്തിച്ച് നിങ്ങളത് ഓവർ തിങ്കിങ്ങിൽ കൊണ്ടുപോയി നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ വേണ്ട എഫേർട്ട് ഇട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, സൂക്ഷിക്കാം. സോ ഇതൊരു വാർണിംഗ് കാർഡ് കൂടിയാണ്, കർമ്മയുടെ കാർഡാണ്. നിങ്ങൾ നല്ല കർമ്മ ചെയ്താൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇതിവിടെ അഗൈൻ സെയിം ചോയ്സ് ആണ് കാണുന്നത്. സോ നിങ്ങളുടെ കയ്യിലാണ് ചോയ്സ്, യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിലാണ് ചോയ്സ് തരുന്നത്. നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വരും. ഓക്കെ, ബട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഓട്ടോമാറ്റിക് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, സോ ഇവിടെ എന്തുകൊണ്ട് ആക്ച്വലി യെസ് കാർഡാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഭാഗത്തേക്ക് അത് ആക്കിയെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ആണ്. ഓക്കെ, അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. സോ യെസ്, ഞാൻ കൂടെ ഉണ്ട്, നിങ്ങൾ ശ്രമിക്കൂ. ഓക്കെ, വിൽ യു ട്രൈ. സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ആൻസർ തരില്ല ചില സമയത്ത് യൂണിവേഴ്സ് നിങ്ങളെ ഇട്ടൊന്ന്, വേറൊന്നുമല്ല, നിങ്ങൾക്ക് വാർണിംഗ് തന്നാണ്. നിങ്ങളത് ചിന്തിച്ച് നെഗറ്റീവ് ചിന്തിച്ച് നിങ്ങൾ എഫേർട്ട് ഇട്ടില്ലെങ്കിൽ റിസൾട്ട് നന്നായിരിക്കില്ല, സൂക്ഷിക്കൂ എന്ന് പറയാണ്. ഓക്കെ, മിൽക്ക് ആൻഡ് ഹണി, ടു ബി ഫെയർ, co-create. നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ വളരെ പോസിറ്റീവായിട്ട്, അതായത് പാലും തേനും എന്ന് പറയില്ലേ, പാലും തേനും ഒഴുകും. യെസ്, ലക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് നല്ല ഭാഗ്യങ്ങൾ ആക്ച്വലി നിങ്ങളുടെ കൂടെ ഉണ്ട്, റെയിൻബോ ഉണ്ട്, ഭാഗ്യം എന്തായാലും ഉണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്?
ടു ബി ഫെയർ, നിങ്ങൾ ഫെയർ ആണോ, നിങ്ങൾ വേണ്ട എഫേർട്ട് നിങ്ങൾ ഇടുന്നുണ്ടോ, അവനവനോട് ചോദിക്കൂ. ഓക്കെ, വേണമെങ്കിൽ ആരുടെയെങ്കിലും സപ്പോർട്ട് എടുക്കുക, ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കുക, അത് വേണ്ടി വന്നാൽ അതുകൂടി ചെയ്യുക. പക്ഷേ ഇവിടെ മേ ബി ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പൊക്കെ എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തനിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സഹായം എടുക്കാനൊന്നും മടിക്കണ്ട. ഓക്കെ, ആൻഡ് യൂണിവേഴ്സ് ഇപ്പം നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. സോ യൂണിവേഴ്സുമായിട്ട് ഒത്ത് നിങ്ങൾ പോകാൻ ശ്രമിക്കും. ഓക്കെ, ആ ഭാഗ്യത്തിൻ്റെ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യൂ എന്നാണ്. ശരിക്കും നിങ്ങൾക്ക് നല്ലത് വരേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടും എന്തായാലും. പക്ഷെ അതിനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ മാത്രമേ യൂണിവേഴ്സ് നിങ്ങളോട് ഫെയർ ആവുള്ളൂ. ഓക്കെ, യൂണിവേഴ്സ് അപ്പോഴേ നിങ്ങൾക്ക് ന്യായമായത് തരുള്ളൂ. ഓക്കെ, മനസ്സിലാക്കുക. നിങ്ങൾ ടെൻഷൻ അടിച്ചും ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ നെഗറ്റിവിറ്റിയും ടെൻഷനുമാണ് എനിക്ക് കാണുന്നത്, ഓവർ തിങ്കിങ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അത് മാറ്റി വയ്ക്കുക. ഓക്കെ, മനസ്സിനെ റിലാക്സ് ചെയ്യുക. ഞാൻ ശ്രമിക്കും, എന്ത് തന്നെ വന്നാലും ഞാൻ ശ്രമിക്കും എന്ന രീതിയിൽ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക്, സെക്കൻഡ് പൈൽ യെല്ലോ ഫിഡ്ജറ്റ് സ്പിന്നർ യൂസ് ചെയ്ത ആൾക്കാർക്ക് ഞാൻ നോക്കട്ടെ. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം, ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. ഓക്കെ, സമാധാനം. വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കും, തീർച്ചയായിട്ടും നടക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നടക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് പൈൽ നല്ല രസമായിരുന്നു, താല്പര്യം ഉണ്ടെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ, ഒരു രസം. പക്ഷേ വേണ്ട, നിങ്ങളെ മനസ്സ് കൺഫ്യൂസ്ഡ് ആവും, വേണ്ട. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും വരുന്നുണ്ട്, നടക്കും. അത് എന്ത് തന്നെയായാലും നടക്കും. ഇവിടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ആഗ്രഹിച്ചത് നേടാൻ ഒരല്പം ക്ഷമ വേണം. വരുന്നുണ്ട്, ഇറ്റ്സ് ഓൺ ദ വേ എന്ന് പറയാം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു ഓഫർ വരുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു അല്ലെങ്കിൽ എന്ത് തന്നെയായാലും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആവും എന്ന രീതിക്ക് തന്നെയാണ്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. സോ വെയിറ്റിംഗ് എനർജി നിങ്ങൾക്ക് പറയുന്നത് അത് നിങ്ങൾ കിട്ടില്ല എന്ന് കരുതുക. നിങ്ങളുടെ മനസ്സിൽ മേ ബി തോന്നുന്നുണ്ടാവാം, ഇല്ല നടക്കില്ല എന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം. ബട്ട് ഇല്ല, നടക്കും. കാരണം ഐ തിങ്ക് നിങ്ങൾ വേണ്ട എഫേർട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വരും. മാത്രമല്ല ഐ തിങ്ക് അത് യൂണിവേഴ്സ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കുകയാണ്. നമ്മൾ പറയില്ലേ, ചിലപ്പോൾ വിത്ത് നമ്മൾ പാകി കഴിഞ്ഞാൽ അതൊന്ന് വളരാനുള്ള ഒരു സമയം ഉണ്ടാവും അല്ലേ, അതുപോലെയാണ് ഇവിടെ. സോ ഒരു നമ്മൾ പറയില്ലേ, ഒരു കപ്പ് ഉണ്ട് ഇവിടെ, 9 കപ്സ് ആണ്. നമ്മൾ 9 എന്ന് പറയുമ്പോൾ നമ്മൾ വിഷ് ഫുൾഫിൽമെൻ്റ് ഒരു ഇതായിട്ട് എടുക്കും. സോ ഇവിടെ ഒരു കപ്പ് വരുന്നുണ്ട് നിങ്ങളെ ഫുൾഫിൽ ആക്കാൻ. ആക്ച്വലി 9 കപ്സ് ഓൾറെഡി നിങ്ങൾക്കുണ്ട്, ഒരു 10ാമത്തെ കപ്പ് വരുന്നു എന്ന് വിചാരിച്ചോളൂ. സോ വളരെ നിങ്ങൾ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആവാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള ഒരു സമയം അത് യൂണിവേഴ്സ് എടുക്കുന്ന ടൈമാണ്, പേടിക്കേണ്ട. ഓക്കെ, നിങ്ങൾക്കുള്ള തീർച്ചയായിട്ടും ഒരു ഗ്രോത്തിൻ്റെ ഒരു എനർജി വരുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ചത് എന്ത് തന്നെയായാലും അത് നിങ്ങൾക്ക് വരുന്ന പോലെയാണ്. ഫൈനാൻഷ്യലി ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് കുറച്ച് പേർക്ക് യാത്രകളുടെ കാര്യം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാൻ നോക്കാം. ഇനി ഐ തിങ്ക് എന്ത് തന്നെയായാലും നിങ്ങൾക്കൊരു സമാധാനം ഫീൽ ചെയ്യും, നിങ്ങൾക്കൊരു മനസ്സ് റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നേടുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കാണുന്നുണ്ട്, ജോലി കരിയറിൽ കാണുന്നുണ്ട്, എല്ലാത്തിലും കാണുന്നുണ്ട്. ഇവിടെ കൂടുതലൊന്നും പറയാനില്ല. യെസ്, നിങ്ങൾക്ക് ഓൺലി തിങ് ക്ഷമ വെച്ച് മാത്രം നിൽക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു ഇത്തിരി യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കൂ. യൂണിവേഴ്സ് അതിൻ്റെതായ ഒരു സമയം എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് പാകമാക്കി വിളവ് പാകമാവണമല്ലോ, അതിനുള്ള ഒരു സമയം മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ എന്താണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും എന്ത് കാര്യമായാലും നിങ്ങൾക്കത് നല്ലത് തന്നെയാണ്. ഓക്കെ, പോയിസ്റ്റ്, യെസ്, വെരി ഗുഡ്. സോൾമേറ്റ്, ഓക്കെ, കുറച്ച് പേർക്ക് ഐ തിങ്ക് ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന. സോൾമേറ്റ് കാണുന്നുണ്ട്. സോ യെസ്, ഒരു സോൾ കണക്ഷൻ മേ ബി നിങ്ങൾക്ക് വരുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പേഴ്സൺ വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ തുടക്കങ്ങളുടെ കാര്യം കാണുന്നുണ്ടെങ്കിൽ ഞാനതാ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂ ആയിട്ട് നിങ്ങൾ ബിഗിനിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ലക്ഷണമുണ്ട്. പോയിസ്റ്റ് കാണുന്നുണ്ട്. നമ്മൾ റെഡി ആണെന്നുള്ള രീതിയിൽ എല്ലാം ഞാൻ അഗെയിൻ റെഡി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മറ്റേ കണക്ഷൻ ഫീൽ ചെയ്തു. അതായത് യൂണിവേഴ്സ് ആയിട്ട് ആ ഒരു വിളവെടുപ്പ് ഉള്ള ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ എല്ലാം നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ടൈമിൽ എല്ലാം ശരിയാവും. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് കിട്ടും എന്ന രീതിക്കാണ്. അതിൻ്റെ ഇവിടെ അഗൈൻ ഇത് പാലും തേനും, ഇത് ഫസ്റ്റ് പൈലും വന്നിരുന്നു. സോ ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി പോയി കണ്ടോളൂ. പാലും തേനും കിട്ടും എന്നുള്ള രീതിയിലാണ്. സോ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കും. ഓക്കെ, ഡോണ്ട് വറി. ഐ തിങ്ക് ഇവിടെ കൂടുതലും എനിക്കൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുന്ന. ഒരു ലോയലായ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും, ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഓൾറെഡി ഉള്ള കണക്ഷൻ ആണെങ്കിലും ചിലപ്പോൾ അത് ബെറ്റർ ആവുന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് വരുന്ന രീതിക്കായിരിക്കാം. സോ സെക്കൻഡ് പൈലുകാർക്ക് അധികം പറയാനില്ല, നിങ്ങൾക്ക് നല്ലതാണ് തീർച്ചയായിട്ടും. ബട്ട് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യേണ്ട, മനസ്സ് ശാന്തമാക്കി വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഒരു ഡിവൈനിനെ വിട്ടുകൊടുക്കുമല്ലോ. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. സോ 2 പൈലുകാരും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണും. എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.